ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടാലിയുടെ കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു വരാം. ആദ്യം നമ്മൾ കമ്പനി ക്രിയേഷൻ തൊട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കമ്പനി ക്രിയേഷൻ്റെ ആണ്. നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ ഒരു ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട പാത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് Alt plus F3 or select company info button at gateway of Tally menu. അതായത് കമ്പനി ഇൻഫോ ബട്ടൺ അല്ലെങ്കിൽ Alt F3 പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? വെൻ കമ്പനി ഇൻഫോ മെനു അപ്പിയേഴ്സ് പ്രസ് C or select create company option and press enter. കമ്പനി മെനു കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നുകിൽ C എന്നുള്ള കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ക്രിയേറ്റ് കമ്പനി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Enter the above details in the company creation screen. Finally, press Y to accept the screen. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള വിൻഡോയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഈ ബട്ടൺ പാനലിൽ പച്ച കളറുള്ള ബട്ടൺ പാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കമ്പനി ഇൻഫോ CMPINFO കേട്ടോ, കമ്പനി ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാകും. അതല്ലെങ്കിൽ നമുക്ക് Alt F3 എന്നുള്ള കീ പ്രസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കമ്പനി ഇൻഫോ എന്നുള്ള മെനു കിട്ടി. കമ്പനി ഇൻഫോ എന്നുള്ള മെനുവിൽ എന്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് C എന്നുള്ള കീ പ്രസ് ചെയ്യുക. ക്രിയേറ്റ് കമ്പനി എടുത്തു. അപ്പോൾ നമുക്ക് കമ്പനി ക്രിയേഷൻ്റെ സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അഡ്രസ്സ് പറഞ്ഞിരിക്കുന്നത് SR ആൻഡ് സൺസ് ആണ്. അപ്പോൾ നമുക്കത് ആദ്യമേ എൻ്റർ ചെയ്ത് കൊടുക്കാം. SR ആൻഡ് സൺസ്. ഓക്കെ, മെയിലിംഗ് നെയിം അത് തന്നെയായിരിക്കും. അഡ്രസ്സ് നമുക്ക് നോക്കാം. നമ്പർ 20 രാജ് സ്ട്രീറ്റ് MG റോഡ് എറണാകുളം. നമുക്കത് തന്നെ കൊടുത്തേക്കാം. നമ്പർ 20 രാജ് സ്ട്രീറ്റ് MG റോഡ് എറണാകുളം. ഓക്കെ, ദെൻ കൺട്രി ഇന്ത്യ തന്നെയാണ്, സ്റ്റേറ്റ് കേരള. നമ്മുടെ ഈ സ്റ്റേറ്റിൻ്റെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത് വരും. അതിൻ്റെ അകത്ത് നിന്ന് K പ്രസ് ചെയ്യുമ്പോൾ തന്നെ കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് കേരള സെലക്ട് ചെയ്തു. പിൻകോഡ് നമുക്ക് നോക്കാം. പിൻകോഡ് ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പിൻകോഡ് എന്നുള്ള ഓപ്ഷൻ അങ്ങ് വിട്ടേക്കാം. ഇനി അടുത്തത് ടെലിഫോണാണ്. 0484 പിൻകോഡ് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് അത് വിടാം. 0484 2670367 2670367. ഓക്കെ, മൊബൈൽ നമ്പർ വേണ്ട, ഫാക്സ് വേണ്ട. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടോ നോക്കാം. ഇമെയിൽ ID srnsons@gmail.com. ഓക്കെ, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടാലിയുടെ വേർഷൻ അനുസരിച്ച് ഈ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്തിരി മാറി കിടക്കും കേട്ടോ. srnsons@gmail.com. ഓക്കെ, ബാക്കിയുള്ളത് നമുക്കത് തന്നെ എൻ്റർ ചെയ്ത് പോകാം. പാസ്വേഡ് ഒന്നും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നില്ല. സെക്യൂരിറ്റി കൺട്രോൾ നോ തന്നെയാണ് കൊടുക്കുന്നത്. കറൻസി സിംബൽ റുപ്പിയാണ്, INR തന്നെയാണ്. പിന്നെ ഇതിവിടെ എന്തെങ്കിലും ഓപ്ഷൻ ചേഞ്ച് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഡെസിമൽ പ്ലേസ്, പുട്ട് സ്പേസ് ബിറ്റ്വീൻ ഡെസിമൽ പ്ലേസ് കൊടുത്തിട്ടുണ്ട്, അത് 2 തന്നെ. ഡെസിമൽ പ്ലേസ് ഫോർ പ്രിന്റിംഗ് എമൗണ്ട് ഇൻ വേർഡ്സ്, അത് 2 തന്നെയാണ്. അപ്പോൾ അത് നമുക്കത് തന്നെ, നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ കിടപ്പുണ്ട്. ദെൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം അക്സെപ്റ്റ് Y ഓർ yes ഓർ no എന്ന് വന്നിട്ടുണ്ട്. ഞാൻ എസ്സിൽ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ SR ആൻഡ് സൺസ് എന്നുള്ള കമ്പനി ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും. കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഓഫ് കമ്പനീസിൽ SR ആൻഡ് സൺസ് എന്നുള്ള കമ്പനിയും വന്നിട്ടുണ്ട്. കമ്പനി ക്രിയേറ്റ് ആയി. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലെ, ക്രിയേറ്റ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഇൻ ദ എബോവ് കമ്പനി. അതായത് ഇപ്പം നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമ്പനിയിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഡിപ്രീസിയേഷൻ, ഓഫീസ് എക്സ്പെൻസ്, റിട്ടേൺ ഇൻവേർഡ്സ്, ഡ്രോയിങ്സ്, ഷോപ്പ് റെന്റ്, 4 ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എൻ്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരിക, ദെൻ അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക, ദെൻ ഗ്രൂപ്പ്സിൽ വരിക, ദെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് ക്രിയേഷൻ, അത് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിംഗിൾ തന്നെയാണ് എടുക്കുന്നത്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ആ സ്ക്രീൻ എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാം.
ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു, അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നു, ഗ്രൂപ്പ്സിൽ വന്നു, സിംഗിൾ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ക്രിയേഷന്റെ വിൻഡോയിൽ വന്നിട്ടുണ്ട്. ഇവിടെ SR ആൻഡ് സൺസ് എന്ന് നമ്മുടെ കമ്പനി നെയിം കാണാനായിട്ട് പറ്റും. ഇനി ഗ്രൂപ്പ് ക്രിയേഷന്റെ വിൻഡോയിൽ വന്നു. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? നെയിമിന്റെ സ്ഥലത്ത് ഡിപ്രീസിയേഷൻ എന്ന് കൊടുക്കുക, അണ്ടർ എന്നുള്ള സ്ഥലത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് കൊടുക്കുക. അതായത് നമ്മൾ ടാലിയിൽ പറഞ്ഞായിരുന്നു നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ആ ഗ്രൂപ്പിന്റെ കീഴിൽ മാത്രമേ നമുക്ക് പുതിയ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ഗ്രൂപ്പ് ഡിപ്രീസിയേഷൻ ആണ്. അത് ഏതിന്റെ കീഴിൽ വരണം? പ്രൈമറി അക്കൗണ്ട് അല്ലെ? പ്രൈമറി അക്കൗണ്ട് ഏതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആ പ്രൈമറി ഗ്രൂപ്പിന്റെ കീഴിൽ വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അത് രണ്ടും നമുക്ക് കൊടുക്കാം. നെയിമിന്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഡിപ്രീസിയേഷൻ എന്ന് കൊടുത്തു. അണ്ടർ ഏതായിരുന്നു? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. അണ്ടർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് കിടക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് കൊടുത്തു. ബാക്കിയുള്ള ഓപ്ഷനൊക്കെ ഞാൻ അതേപോലെ തന്നെ വെക്കുവാണ്, ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. ദെൻ അക്സെപ്റ്റ് ഓർ നോ, ടാബ് തന്നെ പ്രസ് ചെയ്താൽ മതി. അപ്പൊ അക്സെപ്റ്റ് എന്നുള്ള സ്ക്രീൻ വരും. ഞാനിവിടെ അക്സെപ്റ്റ് ചെയ്തു. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴും ഗ്രൂപ്പ് ക്രിയേഷൻ വിൻഡോയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് അടുത്ത ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ഗ്രൂപ്പ്, നമുക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ നമുക്കത് ക്രിയേറ്റ് ചെയ്തിട്ട് ക്വിറ്റ് ചെയ്യാം. അടുത്തത് എന്താണ്? ഓഫീസ് എക്സ്പെൻസസ്. അപ്പൊ നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള ഗ്രൂപ്പ്സും അത് ഏത് അക്കൗണ്ടുമായിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടതെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോകും. ഓഫീസ് എക്സ്പെൻസസ് എന്നുള്ളതാണ് ഗ്രൂപ്പ്. അതും എന്തിന്റെ കീഴിൽ തന്നെയാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെ കീഴിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓഫീസ് എക്സ്പെൻസസ് അത് ഏതിന്റെ കീഴിലാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ കീഴിൽ തന്നെയാണ്. അപ്പൊ മാറ്റമൊന്നും വരുന്നില്ല. യെസ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അടുത്തത് റിട്ടേൺ ഇൻവേർട്സ് എന്നുള്ള ഗ്രൂപ്പാണ്. അത് ഏതിന്റെ കീഴിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ? സെയിൽസ് അക്കൗണ്ട്. നമുക്കത് എടുക്കാം. റിട്ടേൺ ഇൻവേർട്സ് ഇത് ഏതിന്റെ കീഴിലാണ്? സെയിൽസ്. എസ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് അക്കൗണ്ട് വരും. നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വിൻഡോയിൽ നമുക്ക് തിരിച്ചു പോകത്തൊന്നുമില്ല. ആ വിൻഡോയിൽ തന്നെ നമ്മൾ നിൽക്കും. ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീനിൽ തന്നെ നമ്മൾ നിൽക്കും. നമ്മൾ അവിടെ നിന്ന് ക്വിറ്റ് കൊടുത്താൽ മാത്രമേ ഈ ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീനിൽ നിന്ന് പുറത്തു പോകത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ എത്ര ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു? 3 ചെയ്തു. റിട്ടേൺ ഇൻവേർട്സ് ചെയ്തു. ഇനി അടുത്തത് ഡ്രോയിങ്സ് എന്നുള്ള ഗ്രൂപ്പാണ്. ആ ഡ്രോയിങ്സ് എന്നുള്ള ഗ്രൂപ്പ് എവിടെ ക്രിയേറ്റ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കീഴിൽ. അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഡ്രോയിങ്സ് അത് ഏതിന്റെ കീഴിലായിരുന്നു? ക്യാപിറ്റൽ. അപ്പൊ സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ പ്രൈമറി ഗ്രൂപ്പ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ക്യാപിറ്റൽ അക്കൗണ്ട് സെലക്ട് ചെയ്തു. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അതുപോലെ തന്നെ വെച്ചിട്ട് യെസ് എന്ന് അക്സെപ്റ്റ് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഷോപ്പ് റെന്റ്. ഷോപ്പ് റെന്റ് ഏതിന്റെ കീഴിലാണ് വരുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വരുന്നത്. അപ്പൊ ഷോപ്പ് റെന്റ് എന്ന് കൊടുക്കുക. ഷോപ്പ് റെന്റ് ഐ പ്രസ് ചെയ്താൽ മതിയാവും. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് കിട്ടും. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ വെച്ചു. യെസ് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 5 ഗ്രൂപ്പാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. അതെ, 5 ഗ്രൂപ്പാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 5ഉം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ സ്ക്രീനിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്വിറ്റ് ചെയ്തു. ക്വിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ക്വിറ്റ് ചെയ്തു. അല്ലെങ്കിൽ കൺട്രോൾ ക്യൂ പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ ക്യൂ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നു. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ്സ് ഒക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കിയാലും മനസ്സിലാവും കേട്ടോ. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ ഗ്രൂപ്പ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ഡിസ്പ്ലേ പ്രസ് ചെയ്യുക. ഡിസ്പ്ലേ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് നമ്മുടെ പ്രൈമറിയും എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഇവിടെ വരുന്നത്. എങ്കിലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നമ്മളിവിടെ എന്തായിരുന്നു? ഷോപ്പ് റെന്റ് ആയിരുന്നു അല്ലെ? ഷോപ്പ് റെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഡിസ്പ്ലേ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള പേര് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പറ്റും. ഇനി സ്ക്രീനിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിന് ഞാൻ കൺട്രോൾ ക്യൂ പ്രസ് ചെയ്യാണ്. ഓക്കെ, പുറത്തു വന്നു.
ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഓൾട്ടർനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓൾട്ട് ദ ഗ്രൂപ്പ് ഷോപ്പ് റെന്റ് ടു റെന്റ് അക്കൗണ്ട് ഇൻ ദ ക്വസ്റ്റ്യൻ 2 എബോവ്. അതായത് ക്വസ്റ്റ്യൻ 2 നമ്മൾ ഷോപ്പ് റെന്റ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലെ. ക്വസ്റ്റ്യൻ 2 ഷോപ്പ് റെന്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഓൾട്ടർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓൾട്ടർ ചെയ്തിട്ട് എന്താക്കണം? റെന്റ് അക്കൗണ്ട് അതിന്റെ പേര് മാറ്റണം. അപ്പൊ ഗ്രൂപ്പ് ഓൾട്ടർനേഷന്റെ കാര്യമാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. കമ്പനി ആദ്യം സെലക്ട് ചെയ്യുക, ദെൻ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നിട്ട് അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നിട്ട് ഗ്രൂപ്പിൽ വരിക, ഗ്രൂപ്പിൽ വന്നിട്ട് ഓൾട്ടർ ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ നെയിം ചേഞ്ച് ചെയ്യുക. ഫൈനലി പ്രസ് Y ടു അക്സെപ്റ്റ് ദ സ്ക്രീൻ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ കറക്റ്റ് പാത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ ഗ്രൂപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. സപ്പോസ് നമ്മൾ ഇവിടെ അല്ലായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ കൺട്രോൾ ക്യൂ അടിച്ച് തിരിച്ചു പോകുകയാണ്. ഇങ്ങനെ ഒരു വിൻഡോയിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ കമ്പനി തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള കമ്പനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കമ്പനി ഇൻഫോയിൽ പോവുക, അവിടെ സെലക്ട് കമ്പനി പോവുക. സെലക്ട് കമ്പനി പോയിട്ട് നമ്മുടെ SR & Sons എന്നുള്ള കമ്പനി സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കമ്പനി ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക. അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നിട്ട് ഗ്രൂപ്പിൽ വരിക. ഗ്രൂപ്പിൽ വന്നിട്ട് ഓൾട്ടർ വിൻഡോ എടുക്കുക. ഓൾട്ടർ വിൻഡോ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഷോപ്പ് റെന്റ് എന്നുള്ളതായിരുന്നു ഓൾട്ടർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പ് റെന്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഓൾട്ടർനേഷൻ വിന്നർ സ്ക്രീൻ ആണ് കാണിക്കുന്നത്. ഇവിടെ ഗ്രൂപ്പ് ഓൾട്ടർനേഷൻ എഴുതിയിട്ടുണ്ട്. ഈ ടാസ്ക് ഇവിടെ നോക്കിയാലും മനസ്സിലാകും. ഗ്രൂപ്പ് ഓൾട്ടർനേഷൻ ഈ താഴത്തെ ടാബിൽ നോക്കിയാലും മനസ്സിലാവും. ടാലി മെയിൻ, ഗേറ്റ്വേ ഓഫ് ടാലി, അക്കൗണ്ട്സ് ഇൻഫോ, ഗ്രൂപ്പ്സ്, പിന്നെ ഗ്രൂപ്പ് ഓൾട്ടർനേഷൻ. നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഷോപ്പ് റെന്റ് എന്നുള്ളതിനെ മാറ്റിയിട്ട് എന്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? റെന്റ് അക്കൗണ്ട് എന്ന് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് മാത്രമേ നമ്മളോട് ചേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഷോപ്പ് റെന്റ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? റെന്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുകയാണ്. റെന്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു. ഇനി വേറെ ഒന്നും അണ്ടർ എന്നുള്ളതൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. റെന്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിവിടെ റെന്റ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, റെന്റ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിലീറ്റ് ഗ്രൂപ്പ് ഓഫീസ് എക്സ്പെൻസസ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് എന്താണ്? ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പാത്ത് പറഞ്ഞിട്ടുണ്ട്. SR & Sons എന്നുള്ള കമ്പനി സെലക്ട് ചെയ്യുക. ദെൻ കമ്പനി ഇൻഫോ എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് SR & Sons എന്നുള്ള കമ്പനി സെലക്ട് ചെയ്യുക. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക, അക്കൗണ്ട്സ് ഇൻഫോയിൽ വരിക, ഗ്രൂപ്പിൽ വരിക, ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും ഓഫീസ് എക്സ്പെൻസസ് എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? പ്രസ് ഓൾട്ടർ പ്ലസ് ഡി. ഓൾട്ടർ പ്ലസ് ഡി എന്നുള്ള ഓപ്ഷൻ ആ കീ പ്രസ് ചെയ്യുക. ദെൻ ബൈ പ്രസ് ടു ഡിലീറ്റ് ദ ഗ്രൂപ്പ്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വന്നു, ഈ വിൻഡോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കൺട്രോൾ ക്യൂ കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ ഗ്രൂപ്പ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഓപ്ഷൻ സെലക്ട് ചെയ്തു? ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓൾട്ടർനേഷൻ മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് വേണം അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളോട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഓഫീസ് എക്സ്പെൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ നടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓഫീസ് എക്സ്പെൻസസ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വരും. അത് ഞാൻ സെലക്ട് ചെയ്തു. ഗ്രൂപ്പ് ഓൾട്ടർനേഷനിൽ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ബട്ടൺ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. നമ്മൾ എന്ത് പ്രസ് ചെയ്യാം? ഓൾട്ട് കീയും ഡി എന്നുള്ള കീയും കീബോർഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരുമിച്ച്. ഓൾട്ട് കീയും ഡി എന്നുള്ള കീ. അപ്പം ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. യെസ് ഓർ നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് അവിടെ നിന്ന് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഓഫീസ് എക്സ്പെൻസ് എന്നുള്ളത് സെർച്ച് ചെയ്യുവാണെങ്കിൽ അങ്ങനെ സ്ക്രീൻ കാണാനായിട്ട് പറ്റത്തില്ല. ഇവിടെ സ്പെല്ലിംഗ് എറർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ തീർന്നു. ഇനി അടുത്തത് സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയായിരുന്നു?
കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനകത്ത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ ഗ്രൂപ്പ് എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.